എന്തൊക്കെ കണ്ടാലും കേട്ടാലും കേരളത്തിലെ ജനങ്ങൾക്ക് ജീവിക്കാം. എന്റെ തല എന്റെ ഫുൾ ഫ്രെയിം എന്ന സിനിമാ ഡയലോഗ് പോലെയാണ് കാര്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ അല്പത്തം എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾ ഒരു വശത്ത് റേഷൻ കടകളിലെ പോസ്റ്റർ ചർച്ചയാക്കുന്നു. ഇതിനിടയിലാണ് ലോക കേരള സഭ പഴയ ഇരുമ്പ് കസേര, മുഖാമുഖം, ലക്ഷങ്ങൾ, കോടികൾ, ആഡംബരം, ദൂർത്ത് കണക്കുകൾ ചർച്ചയാക്കി മാധ്യമങ്ങൾ രംഗത്ത് വരുന്നത്. ലോക കേരള സഭ പഴയ US-ലെ ഇരുമ്പ് കസേരയാണ് ഇപ്പോഴത്തെ പുതിയ ചർച്ചാ വിഷയം. പലവട്ടമായി പ്രവാസികളുടെ വിഷയങ്ങൾക്കൊന്നും പരിഹാരം കണ്ടില്ല. എന്നിട്ടും ലോക കേരള സഭ വീണ്ടും വീണ്ടും നടത്തുന്നു എന്ന വിമർശനമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. ഇപ്പോഴത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം പുതിയ ലോക കേരള സഭയത്രേ. ലോക കേരള സഭയിൽ പ്രവാസികൾ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ല എന്ന വിമർശനത്തിനിടെയാണ് 4ാം ലോക കേരള സഭ നടത്താനുള്ള തീരുമാനം. മാത്രവുമല്ല, മുൻപ് മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടാനും ഭക്ഷണം കഴിക്കാനും അവസരം നൽകുമെന്ന് വാഗ്ദാനം നൽകി സ്പോൺസർഷിപ്പ് പിരിച്ചതും വലിയ വിവാദമായിരുന്നു. ഇതിനിടെ ഒരിടയ്ക്ക് സൗദിയിലെ മേഖലാ സമ്മേളനം നിശ്ചയിച്ചെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്രം യാത്രാനുമതി നൽകിയിരുന്നുമില്ല. ഇപ്പോൾ കേരളത്തിലാണ് ലോക കേരള സഭ എങ്കിൽ പോലും സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന കേരളത്തിന് ഇനി മറ്റൊരു ലോക കേരള സഭയുടെ കോടികളുടെ ചെലവ് കൂടി താങ്ങുമോ എന്നുള്ളതാണ് പുതിയ ചോദ്യം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും CPM നയിക്കുന്ന LDF സർക്കാരിന്റെയും ആഡംബരവും ധൂർത്തുമൊക്കെ ഇതിനോടകം തന്നെ പലപ്പോഴായി മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ചർച്ച ചെയ്തതാണ്. എന്തിന് ഇടതുപക്ഷത്തെ പ്രധാന ഘടകകക്ഷിയായ CPI പലപ്പോഴായി മുഖ്യമന്ത്രിക്ക് നേരെ വാളോങ്ങി. നേരിട്ടും അല്ലാതെയും CPIയുടെ നേതാക്കന്മാർ കുറിക്കുകൊള്ളുന്ന വിമർശനവും പറഞ്ഞു. ഇപ്പോൾ പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും അടുത്ത വിമർശനത്തിനുള്ള ചോദ്യം ഉയർത്തിക്കൊണ്ട് തെരഞ്ഞെടുപ്പിന് ശേഷം 4ാം ലോക കേരള സഭ എന്ന വാർത്തകൾ ഒരു വശത്ത്, മറുവശത്ത് മുഖ്യമന്ത്രിയുടെ പോസ്റ്റർ പതിച്ചതിന്റെ ഫോട്ടോ അയക്കണം, ഇല്ലെങ്കിൽ നടപടിയെന്ന റേഷൻ വ്യാപാരികൾക്ക് നിർദ്ദേശമെന്ന വാർത്ത. തൊട്ടു പിന്നാലെ ഞാനൊന്നും മറിഞ്ഞിട്ടില്ലേ, റേഷൻ കടകളിൽ തന്റെ പോസ്റ്റർ ഒട്ടിക്കാൻ നിർദ്ദേശിച്ചിട്ടില്ല എന്ന് ന്യായീകരിച്ച് മുഖ്യമന്ത്രി വന്നതുമൊക്കെ കേരളം ചർച്ചയാക്കുകയാണ്. മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും നേരെ പലപ്പോഴായി പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ആരോപണങ്ങൾ, CPMനുള്ള കൂട്ടയടിയും പടല പിണക്കങ്ങളും, വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിലവിൽ തന്നെ CPMന് ചോദ്യങ്ങൾ നിരവധിയാണ്. ഇതിനിടയിലാണ് വാർത്തകൾ വരുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ലോക കേരള സഭ സംഘടിപ്പിക്കാൻ സർക്കാർ ഇറങ്ങുന്നുവെന്ന്. നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ ജൂൺ 5 മുതൽ 7 വരെ 4ാമത് ലോക കേരള സഭ സംഘടിപ്പിക്കാനാണ് തീരുമാനം. പങ്കെടുക്കുന്നതിന് രജിസ്ട്രേഷന് ക്ഷണിച്ചു. പ്രതിനിധികളാകാൻ മാർച്ച് 31-നകം അപേക്ഷിക്കണം. തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഭക്ഷണവും താമസ സൗകര്യവും സർക്കാർ ഒരുക്കും. മുൻപ് ലോക കേരള സഭയുമായി ബന്ധപ്പെട്ട പല വിമർശനങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ഉയർത്തിയിരുന്നു. ലോക കേരള സഭയിൽ പ്രവാസികൾ വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ നടപ്പാക്കുന്നില്ലെന്ന വിമർശനത്തിനിടെയാണ് 4ാം ലോക കേരള സഭ നടത്താനുള്ള തീരുമാനം. ലോക കേരള സഭയുടെ ഭാഗമായി മുഖ്യമന്ത്രിയും സംഘവും വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് നടത്തിയ മേഖലാ സമ്മേളനങ്ങൾ വലിയ വിവാദത്തിലായിരുന്നു. കഴിഞ്ഞ ജൂണിൽ അമേരിക്കയിൽ സംഘടിപ്പിച്ച മേഖലാ സമ്മേളനത്തിൽ മുഖ്യമന്ത്രിക്കൊപ്പം വേദി പങ്കിടാനും ഭക്ഷണം കഴിക്കാനും അവസരം നൽകുമെന്ന് വാഗ്ദാനം നൽകി സ്പോൺസർഷിപ്പ് പിരിച്ചത് വിവാദമായിരുന്നു. മേഖലാ സമ്മേളനത്തിന് 6 കോടിയോളം രൂപയാണ് സംഘാടക സമിതിക്ക് ചെലവ് വന്നത്. പിന്നാലെ സൗദി മേഖലാ സമ്മേളനം നിശ്ചയിച്ചെങ്കിലും കേന്ദ്രം യാത്രാ അനുമതി നൽകാത്തതിനാൽ ഉപേക്ഷിച്ചു. മേഖലാ സമ്മേളനങ്ങളുടെ കണക്കുകളൊന്നും ഓഡിറ്റ് ചെയ്യുന്നില്ലെന്ന് സർക്കാർ തന്നെ സമ്മതിച്ചിരുന്നു. ചെലവ് സംഘാടക സമിതിയാണ് വഹിക്കുന്നത് എന്നതാണ് കാരണമായി പറഞ്ഞത്. അതേസമയം തലസ്ഥാനത്ത് നടക്കുന്ന ലോക കേരള സഭയുടെ ചെലവ് വഹിക്കുന്നത് പൂർണ്ണമായും സർക്കാരാണ്. കഴിഞ്ഞ വർഷം ലോക കേരള സഭ സെക്രട്ടേറിയറ്റിന് ആകെ 2.5 കോടിയോളം രൂപയാണ് പ്രവർത്തനത്തിനായി അനുവദിച്ചത്. ഇതിനിടയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഭക്ഷ്യമന്ത്രി GR അനിലിന്റെയും ചിത്രങ്ങളുള്ള പോസ്റ്റർ കടകൾക്ക് മുന്നിൽ പതിപ്പിച്ചതിന്റെ ഫോട്ടോ എടുത്ത് ഉടൻ അയക്കണമെന്ന റേഷൻ വ്യാപാരികൾക്ക് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന്റെ നിർദ്ദേശമെന്ന വാർത്തകൾ ചർച്ചയാകുന്നത്. പാലിച്ചില്ലെങ്കിൽ നടപടി ഉണ്ടാകുമെന്ന് താലൂക്ക് സപ്ലൈ ഓഫീസർമാർ റേഷനിംഗ് ഇൻസ്പെക്ടർമാർ വഴി വാക്കാൽ മുന്നറിയിപ്പ് നൽകിയെന്നും വ്യാപാരികൾ വെളിപ്പെടുത്തി. സൗജന്യ റേഷൻ വിതരണം സംബന്ധിച്ച് ജനങ്ങളെ അറിയിക്കുന്നതിന് പ്രധാനമന്ത്രിയുടെ ചിത്രമടങ്ങിയ ബാനറും സെൽഫി പോയിന്റും സ്ഥാപിക്കാൻ ഫെബ്രുവരിയിൽ കേന്ദ്ര സർക്കാർ നൽകിയ നിർദ്ദേശം അല്പത്തം എന്ന വിശേഷണത്തോടെ മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും തള്ളിയിരുന്നു. അത് കഴിഞ്ഞ ആഴ്ചകൾ പിന്നിട്ടപ്പോഴാണ് അഭിമാനമാണ് നമ്മുടെ പൊതുഭരണം എന്ന തലക്കെട്ടോടെ സംസ്ഥാന സർക്കാർ പോസ്റ്റർ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കടകളിൽ പ്രത്യക്ഷപ്പെട്ടത്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന വാചകവും ഓരോ കാർഡുടമയ്ക്കും ലഭിക്കുന്ന റേഷൻ വിഹിതത്തിന്റെ വിവരങ്ങളും പോസ്റ്ററിലുണ്ട്. റേഷൻ വിഹിത വിവരങ്ങളുള്ള പ്രത്യേക ബോർഡ് കടകൾക്ക് മുന്നിൽ പണ്ടേ ഉണ്ടായിരിക്കെയാണ് പോസ്റ്റർ ഇറക്കിയത്. അതേസമയം പോസ്റ്റർ വിഷയത്തെക്കുറിച്ച് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടുണ്ടെന്നും കൂടുതലൊന്നും പറയാനില്ലെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കി. പോസ്റ്റർ പതിക്കാൻ ഇപ്പോഴും ഒരു വിഭാഗം വ്യാപാരികൾ തയ്യാറായിട്ടില്ല. വേതന പരിഷ്കരണം ഉൾപ്പെടെ വിവിധ ആവശ്യങ്ങളിൽ സർക്കാർ അനുകൂല നിലപാടെടുക്കാത്തതാണ് കാരണം. ജനുവരിയിലെ വേതനം വ്യാപാരികൾക്ക് മാർച്ച് 2ാം വാരമായിട്ടും ലഭിച്ചിട്ടുമില്ല. 14 കോടിയിലധികം രൂപ ഈ ഇനത്തിൽ അനുവദിച്ചതായി ധനമന്ത്രി ഫെബ്രുവരി 28-ന് വാർത്താക്കുറിപ്പിറക്കിയിരുന്നു. ഇതിനിടയിലാണ് വിവാദങ്ങൾ കടുത്തതോടെ ന്യായീകരിച്ച് തടിതപ്പി മുഖ്യമന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. റേഷൻ കടകളിൽ പോസ്റ്റർ ഒട്ടിക്കാൻ നിർദ്ദേശം നൽകിയിട്ടില്ലെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നൽകുന്ന വിശദീകരണം.
രാജ്യത്ത് മികച്ച പൊതുവിതരണ സമ്പ്രദായം നിലനിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. ഈ വസ്തുത ജനങ്ങളുടെ മനസ്സിലും അനുഭവത്തിനുമുണ്ട്. ഏതെങ്കിലും ബ്രാൻഡിങ്ങിലൂടെ അത് അടിച്ചേൽപ്പിക്കേണ്ട കാര്യമില്ലെന്നാണ് പത്രക്കുറിപ്പിൽ പറയുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയുടെയും ഭക്ഷ്യമന്ത്രിയുടെയും പോസ്റ്ററുകൾ പതിക്കാൻ റേഷനിംഗ് ഇൻസ്പെക്ടർമാർ നിർദ്ദേശിച്ചുവെന്ന് കടയുടമകൾ വ്യക്തമാക്കുന്നു. പോസ്റ്ററുകൾ വിതരണം ചെയ്തിട്ടുമുണ്ട്. ഇവ ഉടൻ തന്നെ കൈപ്പറ്റി കടകളുടെ ചുവരിൽ പതിക്കണമെന്നും കൂടാതെ പോസ്റ്റർ പതിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ് റേഷനിംഗ് ഇൻസ്പെക്ടർ വാക്കാൽ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. റേഷൻ കടകളിൽ മുഖ്യമന്ത്രിയുടെ തല മസ്റ്റ്, ഭക്ഷ്യമന്ത്രിയുടേതില്ലെങ്കിൽ വിവരം അറിയും. ഏതായാലും കേന്ദ്ര പദ്ധതികൾ പേരുമാറ്റി ചിത്രം കുത്തി നിറച്ച സർക്കാർ പരസ്യമെന്ന വിമർശനങ്ങൾ ശക്തി പ്രാപിക്കുകയാണ്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് എന്ന വാചകവും ഓരോ കാർഡ് ഉടമയ്ക്ക് ലഭിക്കുന്ന റേഷൻ വിഹിതത്തിന്റെ വിവരങ്ങളും പോസ്റ്ററിലുണ്ട്. റേഷൻ വിഹിത വിവരമുള്ള പ്രത്യേക ബോർഡ് കടകൾക്ക് മുൻപിൽ ഉണ്ടായിരിക്കെയാണ് വീണ്ടും പോസ്റ്റർ ഇറക്കിയത്.